ഇന്ന് ചെന്നൈയിൽ നിന്ന് ഏട്ടനും ഏട്ടത്തിയും വന്നായിരുന്നേ. ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വെച്ചേ. ഈ തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണേ, വൈകുന്നേരത്തിന് ശേഷം മാത്രം പുറത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ ചൂട് തന്നെ. അങ്ങനെ ഒരു റൗണ്ട് അടിച്ചതിന് ശേഷം നമ്മൾ അശ്വിൻസിലേക്കാണ് പോയത്. ഇവിടെയുള്ള കുറച്ച് നല്ല ഹോട്ടലുകളിലൊന്നാണ് അശ്വിൻസ്. മെയിനായിട്ട് നല്ല സർവീസാണേ, അതുപോലെ ഫുഡും കൊള്ളാം. ഇവർ രണ്ടുപേരും മസാല ദോശയും നമ്മൾ വെള്ളാപ്പമാണ് പറഞ്ഞത്, കൂടെ ഗോബി മഞ്ചൂരിയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വെള്ളാപ്പത്തിനെക്കാട്ടും വലിപ്പമുണ്ട് ഇവിടുത്തെ വെള്ളാപ്പത്തിന്. അതുപോലെ വെള്ളാപ്പത്തിൻ്റെ രുചിയൊന്നും ഉണ്ടായിരുന്നില്ലേ, ഒരു അരിദോശ കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. കൂടെ കടലക്കറിക്കും അതുപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാലിൽ മധുരം ഇട്ടിട്ടൊന്ന് തന്നായിരുന്നേ. ഇത് മൂന്നും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. മസാല ദോശ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, ഗോബി മഞ്ചൂരി ഫ്രൈയും കുഴപ്പമില്ലായിരുന്നു. വാമിയാണെങ്കിൽ കടല മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കാപ്പിയും ചായയും ഒക്കെ കുടിച്ചായിരുന്നേ. അതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. ഏട്ടൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ ഡ്രൈവിങ്ങിനെ പറ്റിയാണേ. ഇവിടുത്തെ ഡ്രൈവിങ്ങും ഇവിടുത്തെ ഡ്രൈവിങ്ങും വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ട്രാഫിക് റൂൾസൊക്കെ നോക്കി ഓടിക്കും, ഇവിടെ നേരെ മറിച്ചും. അതുകൊണ്ട് ഇവർക്ക് ചെന്നൈയിൽ നിന്നൊക്കെ വണ്ടി എടുക്കണമെങ്കിൽ തന്നെ നല്ല പാടാന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ലേറ്റായിട്ടൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്.